പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഭാതത്തിലെ ആരാധന മുതൽ വലിയൊരു അനുഭവമായിരുന്നു. ബ്രദർ ആരാധന നയിച്ചപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അറിയാതെ കരഞ്ഞു പോയി. ആ ഇരുട്ടിൽ ത്രിത്വിക ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ ജോൺ ഓഫ് ദി ക്രോസിൻ്റെ ആ ഭാഗം പറഞ്ഞപ്പോൾ ശരിക്കും ജോൺ ഓഫ് ദി ക്രോസും കർമ്മല സമൂഹവും കടന്നു വരുന്ന ചുറ്റും വന്ന് നിൽക്കുന്നത് പോലെയൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. അതൊരാഴപ്പെട്ടുള്ളൊരു മിസ്റ്റിക് എക്സ്പീരിയൻസ്. അവിടെ ത്രിത്വയിൽ ദൈവത്തോട് സഹവസിക്കുവാനും ത്രിത്വ അനുഭവത്തിലേക്ക് കടക്കാനും ആരാധന വളരെയധികം സഹായമായിരുന്നു. അങ്ങനെ പ്രഭാതത്തിൽ തന്നെ നല്ലൊരു അനുഭവപരമായ ആരാധനയിലൂടെ ദൈവം ബ്രദറിലൂടെ നമ്മളെ ഒരുക്കുകയായിരുന്നു. തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. നേരത്തെ ഞാൻ ഒരു ബ്രദറിൻ്റെ ഒരു ഇൻഡസ്ട്രി റിട്രീറ്റിൽ പണ്ട് പങ്കുകൊണ്ടപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ബ്രദർ അന്ന് വിശദീകരിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇന്നൊരിക്കൽ കൂടി അത് വീണ്ടും കേൾക്കാനിടവന്നപ്പോൾ കുറേ കൂടി ആഴമായ രീതിയിൽ അതിലേക്ക് ഉൾപ്രവേശിക്കുവാനായിട്ട് കർത്താവ് ഇടവരുത്തി. അതും എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചു. അത് ഇന്നത്തെ റാസ കുർബാനയ്ക്ക് വലിയൊരു പ്രിപ്പറേറ്ററി ഒരു തന്നെയായിരുന്നു. കുർബാനയിലേക്ക് വളരെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയ, കാരണം ഇന്ന് റാസ കുർബാനയുണ്ടെന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു. കാരണം മാതാവിൻ്റെ തിരുനാളാണ്. ഇന്ന് പാറേപ്പള്ളി പോയി പിതാവിൻ്റെ വലിയ ആഘോഷമായ കുർബാനയിൽ പങ്കുകൊള്ളണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ധ്യാനത്തിലായപ്പം കർത്താവ് എന്തൊരു എല്ലാം ഇഞ്ഞു നമുക്ക് വേണ്ടതെല്ലാം തരുമെന്നുള്ള ആ പരിപാലിക്കുന്ന സ്നേഹം ഞാൻ അത് ഇന്നലെ കേട്ടപ്പോഴേ സന്തോഷത്തോടെ രുചിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ചാൻസലർ അച്ഛൻ തന്നെ ഔദ്യോഗികമായിട്ട് അരമനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കർത്താവ് കൊണ്ടുവന്ന് ആഘോഷമായിട്ട് സഭയുടെ ഏറ്റവും ആഘോഷമായ റാസകുർബാന തന്ന് അതിലൊരു ദണ്ഡവിമോചനം കൂടിയുണ്ട്. അത് സഭ നമുക്ക് തരുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഔദ്യോഗികമായ തിരുനാളിൽ ഏറ്റവും ഔദ്യോഗികമായ കുർബാന ആഘോഷമായിട്ട് അർപ്പിക്കുമ്പോൾ സഭ നമുക്ക് വലിയൊരു ഔദാര്യ കൃപ കൂടി അതിൽ കൂടി കർത്താവ് കാൽവരിയിൽ നമ്മൾക്ക് വേണ്ടി സ്വരുക്കുട്ടി വെച്ച കൃപകളും വിശുദ്ധരും പരിശുദ്ധ അമ്മയൊക്കെ നേടിത്തന്ന അനുഗ്രഹങ്ങളും എല്ലാം കൊട്ടപ്പടിയായിട്ട് നമ്മിലേക്ക് സഭ കുടഞ്ഞിട്ട് തരുന്ന ഒരു വിശുദ്ധ കുർബാനയായി റാസ കുർബാന. അത് നമുക്ക് ആഘോഷമായിട്ട് ഇന്ന് പങ്കുകൊള്ളുവാൻ ഈ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഒരിക്കൽ ഓർക്കുമ്പോൾ ഞാൻ കരഞ്ഞുപോയി. കുർബാനയുടെ സ്വർഗസ്ഥനായ പിതാവ് ബ്രദർ പഠിപ്പിച്ച ആ സ്റ്റെപ്പുകളിലൂടെയൊക്കെ കടന്നു പോകാൻ വലിയ സാവകാശമില്ല എങ്കിൽ പോലും ആ പാട്ടും എല്ലാം കൊണ്ട് ആ എല്ലാ സ്റ്റെപ്പുകളിലേക്കൂടി ശരിക്കും ഈശോയോടൊപ്പം, അതും എനിക്ക് സ്ലോഫിറോസമ്മ പറഞ്ഞതുപോലെ പിതാവ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയായിട്ട് നമ്മൾ കരുതി. പലരുടെയും എക്സ്പ്ലനേഷൻസും പഠനവും ഒക്കെ ചിലപ്പം വായിക്കാനൊക്കെ പഠിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിലും ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുകയാണെന്നുള്ള ആ ഒരു ചിന്ത ആ ബലിയർപ്പണത്തിൽ ഈശോ മുന്നിൽ നിന്നുകൊണ്ട് ബലി അർപ്പിച്ച് പ്രധാന കാർമ്മികനായിട്ട് നിത്യപുരോഹിതനോടൊപ്പം നമ്മൾ നിൽക്കുന്നു. അവനോടൊപ്പം ആ പ്രാർത്ഥന നമ്മളും ചെല്ലുന്നു. അതിലെ ആ അർത്ഥമൊക്കെ ചിന്തിച്ച് കുറേയൊക്കെ ധ്യാനിച്ച് സമർപ്പിച്ചപ്പോൾ കൂടുതൽ അർത്ഥവത്തായിട്ട് ആ കുർബാനയിലേക്ക് ഉൾപ്രവേശിക്കുവാനായിട്ടും അതിൻ്റെ ഓരോ കുർബാനയെക്കുറിച്ച് തന്നെ ബ്രദർ പറഞ്ഞ ആ വിശദീകരണങ്ങളൊക്കെ മനസ്സിൽ നിന്നു. പക്ഷെ കുർബാനയുടെ പല ഭാഗത്തും എനിക്ക് കരയുകയായിരുന്നു. പ്രത്യേകിച്ച് ആ അച്ഛൻ്റെ ഹോമിലി എനിക്ക് ഒത്തിരി സ്ട്രൈക്കിംഗ് ആയിട്ട് അനുഭവപ്പെട്ടു. വളരെ ചെറുതായിട്ടാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങൾ ഉൾച്ചേർന്നിരുന്നു. വലിയൊരു അഭിഷേകം അത് ഹൃദയത്തിൽ തുളച്ചു കയറി ഞാൻ കരഞ്ഞുകൊണ്ടാണ് അത് കേട്ട് ആ ഹോമിലിയിൽ പങ്കുകൊണ്ടത്. അതൊരു വലിയൊരു അഭിഷേകമായിരുന്നു. നമുക്ക് പറ്റിയ ഹോമിലി അച്ഛനിലൂടെ സ്വർഗം നമുക്ക് സമ്മാനിച്ചു ഇന്നത്തെ ദിവസം. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ബലിയുടെ തുടർന്നുള്ള ഓരോ പ്രാർത്ഥനയിലും റൂഹാഷണ പ്രാർത്ഥനയിലും അതിനു മുമ്പേ അതിൻ്റെ പ്രധാന കർമ്മങ്ങളിലുമെല്ലാം പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് അച്ഛൻ പല 4 ദിശകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഔദ്യോഗികമായ പാട്ടും പ്രാർത്ഥനയും ആ ചുംബനങ്ങളും എല്ലാം വലിയ അഭിഷേകം പകർന്നുകൊണ്ടേയിരുന്നു. ആ സമയം അത്രയും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബ്രദർ ഓർമ്മപ്പെടുത്തിയത് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. പരിശുദ്ധാത്മാവ് നമ്മിലേക്കും എന്നിലേക്കും സമൂഹത്തിലേക്കും
അതുപോലെ തന്നെ എല്ലാവരിലേക്കും, ലോകം മുഴുവനിലേക്കും, പ്രത്യേകിച്ച് ഇളം തലമുറയെക്കുറിച്ച് 59 യെശയ്യാ 59:21 വലിയൊരു അഭിഷേകത്തെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും ഒക്കെ എല്ലാം മനസ്സ് വന്ന് അവരെ എല്ലാവരെയും സമർപ്പിക്കുവാനും ഒക്കെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി. അങ്ങനെ ബലിയുടെ ആ പൂർണ്ണിമയിൽ അവസാനം ദിവ്യകാരുണ്യമാകുന്ന അപ്പം, ആ തീക്കട്ട, പരിശുദ്ധാത്മാവാകുന്ന ആ തീക്കട്ട നമ്മുടെ നാവിലേക്ക് കടന്നു വരുന്ന ആ ദിവ്യ സായുജ്യത്തിൻ്റെ നിമിഷങ്ങളിലും ഈശോയും ഞാനും ഒന്നായിത്തീരുന്ന, നമ്മളെല്ലാം ഈശോയിൽ ഒന്നായിത്തീരുന്ന ഇന്നലെ ബ്രദർ സൂചിപ്പിച്ചതുപോലെ ഈശോയെ നമ്മൾ സ്വീകരിക്കുകയല്ല, ഈശോ നമ്മളെ മുഴുവനായിട്ട്, എന്നെ മുഴുവനായിട്ടും സ്വന്തമാക്കുന്ന ആ അനുഭവത്തിലേക്ക് അവൻ പിടിച്ചു കയറ്റി. അത് വലിയൊരു നിർവൃതിയായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അമ്മയുടെ തിരുനാൾ, ഈ ധ്യാനം വലിയൊരു മിസ്റ്റിക് എക്സ്പീരിയൻസിലേക്ക്, ഒരു ത്രിതാത്മക അനുഭവത്തിലേക്ക്, പ്രത്യേകിച്ച് സീറോ മലബാർ കുർബാനയിലെ ആ ത്രിത്വ അനുഭവത്തിൻ്റെ ആഴം, ഈ ബലിയുടെ സമ്പന്നത, അത് എത്ര സമയമെടുത്താലും ആ ബലിയുടെ അനുഭവത്തിൻ്റെ തീവ്രത കൂടുതൽ രുചിച്ചറിയുവാൻ തക്ക വിധത്തിൽ രാസകുർബാനയിലൂടെ കർത്താവ്, അത് ബ്രദറാണ് എല്ലാ തരത്തിലുള്ള ഒരുക്കം നൽകിയത്. അതുകൊണ്ട് ഈ ബ്രദർ തോമസ് പോളിനെ നമുക്കൊരനുഗ്രഹമായിട്ട്, സഭയ്ക്കൊരനുഗ്രഹമായിട്ട്, ഈ കാലഘട്ടത്തിന് ഒരനുഗ്രഹമായിട്ട് തന്ന ദൈവപരിപാലനയെ ഓർത്ത് നമുക്കൊന്ന് ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്.